ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്ന ഒരു കമ്പാരിസൺ ആണ് നമ്മുടെ ഷോമി 15ഉം അതുപോലെ തന്നെ ഗൂഗിൾ പിക്സൽ 9ഉം. എന്ന് വെച്ചാൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സിമിലർ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. 65,000 രൂപയ്ക്കാണ് ഇത് ആക്ച്വലി നമ്മുടെ ഷോമി 15 വെക്കുന്നത്. പിക്സൽ 9ൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ 68-67 രൂപയ്ക്ക് സാധനം കയ്യിൽ കിട്ടും. പക്ഷേ നിങ്ങൾക്ക് ഓഫർ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോമി 15 ഓൾമോസ്റ്റ് 60,000 രൂപയ്ക്ക് കയ്യിൽ കിട്ടും. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 7,000 രൂപയുടെ ഒക്കെ ഡിഫറൻസ് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് പ്രൈസ് റേഞ്ചിൽ വരുന്ന രണ്ട് ഫോണുകൾ എന്ന് പറയാം. പ്രത്യേകിച്ച് രണ്ടും കോമ്പാക്ട് ഫോണുകളാണ്. കണ്ടു ഓൾമോസ്റ്റ് ഒരു 5.3 ഇഞ്ച് ഡിസ്പ്ലേയും കാരണം സൈസൊക്കെ വരുന്ന രണ്ട് കോമ്പാക്ട് ഫോണുകളാണ്. അപ്പോൾ നിങ്ങൾ ഏത് ഫോൺ എടുക്കണം, അപ്പോൾ നിങ്ങളൊരു ലോങ് യൂസിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഷോമി എന്ന് പറയുമ്പോൾ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന ഒരു ബ്രാൻഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റേഞ്ചിൽ ആൾക്കാർക്ക് വാങ്ങിക്കാൻ കുറച്ച് മടിയുണ്ടായിരിക്കും. പിക്സൽ 9 എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന ഒരു ഫോണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ബ്രാൻഡ് വാല്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പക്ഷേ നിങ്ങൾ കൊടുക്കുന്ന കാശിന് വാല്യൂ തരുന്ന സാധനം നോക്കിയിട്ട് വേണമല്ലോ നിങ്ങൾ എപ്പോഴും വാങ്ങിക്കാൻ. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കുറേ പേര് വാങ്ങിക്കുന്നതായിരിക്കും നമ്മുടെ ഐഫോണൊക്കെ സാധനങ്ങളൊക്കെ 10 പൈസയ്ക്ക് വാല്യൂ ഇല്ലാത്ത സാധനം, അതും ഭയങ്കര ഹൈ പ്രൈസിന്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞത് ഭയങ്കര ഹൈ പ്രൈസിന്. അതുകൊണ്ട് ഐഫോൺ പൊട്ടായിട്ടല്ല ഞാൻ പറഞ്ഞത്, തീരെ വാല്യൂ ഫോർ മണി തരാത്തൊരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഐഫോൺ എന്ന് പറഞ്ഞ സാധനം. എന്ന് വെച്ചാൽ അവർക്ക് ബഡ്ജറ്റ് മോഡലൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ ഇറക്കി തന്നെ 16E കണ്ടില്ലേ, അതിന് അവിടെ 60,000 രൂപയ്ക്ക് സാധനം 10 പൈസയ്ക്ക് ഉള്ളൂ. അപ്പോൾ അതിൽ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് വാല്യൂ ഫോർ മണി ഫോൺ എന്ന് പറയുന്നത് ഈ സാധനമാണ്, നമ്മുടെ ഷോമി 15 ആണ്. പക്ഷേ ഇതിന് ബ്രാൻഡ് വാല്യൂ അതുകൊണ്ട് തന്നെ ബ്രാൻഡ് വാല്യൂ ഇല്ല. അതുകൊണ്ട് തന്നെ കുറേ പേർക്ക് ഷോമി 15 എന്ന് പറയുമ്പോൾ 60,000 കൊടുക്കുന്നത് വാങ്ങിക്കാന്ന് പറയുമ്പോൾ ഒരാഗ്രഹം മടി എനിക്കുണ്ടെന്ന് ആക്ച്വലി സംഭവമൊക്കെ. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ ഒരു ക്യുക്കായിട്ടുള്ളൊരു കമ്പാരിസൺ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഏത് വാങ്ങിക്കണം ഏത് വാങ്ങിക്കണ്ട, നിങ്ങൾക്ക് ഏതാണ് ബെസ്റ്റ്. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. നമ്മൾ സ്മാർട്ട് ഫോൺ ആർക്കിടെക്ചർ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അതിനുശേഷമാണ് ഞാൻ ഫിനാൻസിലേക്ക് മാറിയത്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അതിന് വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് ഫോളോ അടിച്ചാൽ മതി. ഡിസ്ക്രിപ്ഷൻ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ നമ്മളെല്ലാ കമൻറ്റും പോകുന്നുണ്ട്. നല്ല മഴ വരുന്നുണ്ട്, അപ്പോൾ അതാണ് ഞാൻ കുറച്ച് സ്പീഡാക്കി തരാം. അപ്പോൾ നമുക്കിതിൽ ആദ്യം തന്നെ പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൽ കാണുന്ന സാധനം എന്ന് പറയുന്നത് എന്താ, ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഇതിൽ ഡിസ്പ്ലേയിൽ കമ്പാരിസൺ ഒന്നും ഇല്ല. ഷോമി 15ൻ്റെ ഡിസ്പ്ലേ ആണ് കിടിലൻ സാധനം. ബെസൽ വെച്ച് നോക്കിയാലും പെർഫോമൻസ് വെച്ച് നോക്കിയാലും നമ്മുടെ ഷോമിൻ്റെ ഡിസ്പ്ലേ ആണ് കിടിലൻ. അപ്പോൾ ഡിസ്പ്ലേയിൽ 1 മാർക്ക് ഗോസ് ടു ഷോമി 15. അടുത്തത് പെർഫോമൻസ് ആണ്. അപ്പോൾ അതിൽ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ പ്രോസസ്സറാണ് നോക്കാനുള്ളത്. അതിലും ഷോമി 15 തന്നെയാണ്. നമുക്ക് സ്നാപ്ഡ്രാഗൺ 888 ആണ് വരുന്നത്. ഇതിൽ നമുക്ക് G4 ആണ് വരുന്നത്. G4 ഇപ്പോൾ എന്താ പറയുക ആൻറ്റിറ്റ്യൂഡ് സ്കോർ നോക്കിയാൽ തന്നെ ഓൾമോസ്റ്റ് ഒരു 10 lakh ഒക്കെയാണ് നമുക്ക് G4 വരിക. ഇതിനാകുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് 22 lakh ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഡബിൾ പെർഫോമൻസ് തന്നെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗെയിമിങ്ങിനൊക്കെ ഈ സാധനം ഹൈലി റെക്കമെൻഡ് ആണ്, പറ്റും. പക്ഷേ കോമാറ്റ് ഫോൺ നോർമലി ആൾക്കാരും ഗെയിമിങ്ങിന് ഉപയോഗിക്കാറില്ല, പക്ഷേ പറ്റും, എന്തായാലും പറ്റും. പക്ഷേ ആവറേജ് ലെവലിൽ പറ്റുന്നു മാത്രം. അടുത്തെന്ന് പറയുന്നത് നമുക്ക് ഇതിൽ പറയാനുള്ളത് നമ്മുടെ ക്യാമറാസ് ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഡ്യുവൽ ക്യാമറാസ് ആണ് വരുന്നത്. ഇതിൽ നമുക്ക് ട്രിപ്പിൾ ക്യാമറാസ് ആണ് വരുന്നത്. അപ്പോൾ ക്യാമറയുടെ കാര്യത്തിൽ എടുത്ത് പറയാനാണെങ്കിലും എസ്പെഷ്യലി റിയർ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഷോമി 15 ആണ് ഏറ്റവും കൂടുതൽ പെർഫോമൻസും അതുപോലെ തന്നെ ക്ലാരിറ്റിയും സൂമും. എന്ന് വെച്ചാൽ ഒന്നാമത് ഇതിൽ ടെലിഫോട്ടോ ലെൻസ് മിസ്സിംഗ് ആണ്. അല്ലാണ്ട് നോക്കിക്കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്തുകൊണ്ടും ഷോമി 15 ആണ് ബെറ്റർ കേട്ടോ. ക്യാമറ ഫ്രണ്ടിൽ, ഇനി റിയറിൽ, ഇനി നമുക്ക് ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് 10.5 മെഗാപിക്സൽ ഉള്ളൂ. ഇതിൽ നമുക്ക് 32 വരുന്നുണ്ട്. ഇത് പഴയ സാധനമാണ്. പറയുമ്പോൾ ഇതിൽ കുറച്ച് സെൽഫി ക്യാമറയിൽ കുറച്ച് ഇഷ്യൂസുകളുണ്ട്. അത് OTA അപ്ഡേറ്റ് വഴി ശരിയാക്കാവുന്നുള്ളൂ. ഇപ്പോഴത്തെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഗൂഗിൾ പിക്സലിൻ്റെ ക്യാമറ ഫ്രണ്ട് ക്യാമറയാണ് ബെറ്റർ. പക്ഷേ സൂമും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്താ വെച്ചാൽ ക്വാളിറ്റി കുറയുന്നത് വെച്ചാൽ 10.5 മെഗാപിക്സൽ ഉള്ളൂ. അത് ഔട്ട്ഡേറ്റഡ് ആയി. അവർ പ്രോ സീരീസിൽ മാത്രമേ അത് മാറ്റിയിട്ടുള്ളൂ, ഇതിൽ മാറ്റിയിട്ടില്ല. അത് എന്ത് വാങ്ങിക്കാമെന്ന് മനസ്സിലായില്ല. അപ്പോൾ അതാണ് നമ്മുടെ സെൽഫി ക്യാമറയുടെ അവസ്ഥ. ഇനി നമ്മുടെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ്. അത് പിക്സൽ തൂക്കി ഒരു രക്ഷയില്ല. ഇതിൽ നമുക്ക് ഹൈപ്രോയ്സ് ആണ് വരുന്നത്. പരസ്യത്തിൻ്റെ പൂരാണ്. ഗെറ്റാറിന് ഞാൻ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്, അൺഇൻസ്റ്റാളോ ഡിസേബിളോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു സംഭവം ഈ സാധനത്തിൽ കേട്ടോ. ഭയങ്കര അനോയിങ് ആണ്. എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. കുറേ പേർക്കൊന്നും ഇഷ്യൂ ഉണ്ടാവില്ല. പക്ഷേ ഇത് ഇങ്ങനെ ഒരു ആഡും നോട്ടിഫിക്കേഷൻ സംഭവമൊക്കെ വരുന്നവർക്ക് ഇത് ഭയങ്കര ഇഷ്യൂ ആയിരിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് പിക്സലാണ് ആ കാര്യത്തിൽ ഇഷ്ടം. സ്റ്റോക്ക് ആൻഡ്രോയിഡാണ്, സ്മൂത്താണ്. ഇതിലാണെങ്കിൽ ഇപ്പോൾ ഞാൻ ആൻഡ്രോയിഡ് 16ൻ്റെ ബീറ്റ ഇൻസ്റ്റാളും ചെയ്തു. അപ്പോൾ നല്ല ഡിഫറൻസ് ലുക്കിലും നല്ല ഡിഫറൻസ് വരുന്നുണ്ട്. ഞാൻ അത് സെപ്പറേറ്റ് വരെ ചെയ്യാം. അതുപോലെ തന്നെ അടുത്തതെന്ന് നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ആണ്. ഗൂഗിൾ പിക്സലിന് അതിൻ്റെ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ആണ് ബെറ്റർ.
ഷോമി 15 ആകട്ടെ കേട്ടോ. ഇതിൽ മോശമെന്നല്ല, ഇതിനാണ് ബെറ്റർ കേട്ടോ. അതാണ് ഇനി അടുത്തത്. നമുക്ക് ഇനി അടുത്തത് ഒരാൾ നമ്മുടെ ബാറ്ററി പെർഫോമൻസ് ആണ്. ഇതിൽ നമുക്ക് 4700 mAh ബാറ്ററി ഉള്ളൂ. ഇതിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 5300 അടുത്ത് mAh ബാറ്ററി വരുന്നുണ്ട്. ഒരു 6 to 7 സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നുണ്ട്. ഇത് നമുക്കൊരു 5 to 6 കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ബെറ്റർ. പോരാത്തിന് നമുക്ക് ഇതിൽ ഇൻബിൽഡ് ആയിട്ട് ചാർജറും ബോക്സിൽ വരുന്നുണ്ട്. 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. ഇതിൽ നമുക്ക് മാക്സിമം 27 വാട്ടേ വരുന്നുള്ളൂ. അപ്പോൾ അവിടെ ഇത് സ്കോർ ചെയ്തു. അപ്പോൾ ഇത് നമുക്ക് പച്ചക്കൻ്റെ ഇപ്പം തന്നെ എടുത്ത് പറയാം, ഈ സാധനമാണ് വിന്നത്. അത് നോക്കാനൊന്നും ഇല്ല കേട്ടാ, അത് വേറെ കാര്യം. പിന്നെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ സ്റ്റോറേജും റാമിനെയും കുറിച്ചാണ്. ഇതിൽ 12 GB റാം വരുന്നുണ്ട്, ഇതിലും 12 GB റാം വരുന്നുണ്ട്. ഇതിൽ 256 GB റോമാണ് വരുന്നത്. ഇതിൽ നമുക്ക് 512 GB റോം വരുന്നുണ്ട്. അപ്പോൾ അവിടെയും ഇവൻ കയറി അടിച്ചു. ഇനി നമുക്ക് ബിൽഡ് ക്വാളിറ്റിയാണ്. ബിൽഡ് ക്വാളിറ്റി രണ്ടും കിടിലൻ തന്നെയാണ്. പക്ഷെ ഒരു ഇതിനൊരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ അതിൽ നമുക്ക് മാറ്റ് ഫിനിഷാണ് എല്ലായിടത്തും വന്നിരിക്കുന്നുണ്ട്. സൈഡ് ആയിക്കോട്ടെ ബാക്ക് ആയിക്കോട്ടെ. ഇപ്പോൾ ഫിംഗർ പ്രിൻ്റ് ഒന്നും വരുന്നില്ല. പക്ഷേ ഇതിൽ നമുക്ക് ഇവിടെ ബാക്കിൽ ഉണ്ടോ മാറ്റല്ല, സൈഡ് മാത്രമേ മാറ്റുള്ളൂ. പ്രോ സീരീസിൽ പോലും അവർക്ക് ഇവിടെ മാത്രമേ മാറ്റുള്ളൂ, സൈഡിൽ മാറ്റില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അത് ഡിപ്പെൻസ് ആണ്. അത് ബാഡാന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു മാറ്റ് ഫിനിഷ് കൊടുക്കായിരുന്നു അവർക്ക് കേട്ടോ. മാറ്റ് ഫിനിഷ് കൊടുത്താൽ വേറെ കുഴപ്പമുണ്ട്. എന്താ വെച്ചാൽ ഒന്നാമത് വരെ ഗൂഗിളിലെ ലോഗോ ഭയങ്കര സട്ടിലാണ്, കാണുന്നില്ല. മാറ്റ് ഫിനിഷ് ആകുമ്പോൾ തീരെ കാണില്ല. അങ്ങനെ കുഴപ്പമുണ്ട് ഇവർക്ക്. അപ്പോൾ അതാണ് എടുത്ത് പറയാനുള്ള സംഭവം. അടുത്ത രണ്ടും നമ്മുടെ ഫിംഗർ പ്രിന്റിനെ കുറിച്ചാണ്. രണ്ടും അൾട്രാസോണിക് തന്നെയാണ്, രണ്ടും സൂപ്പർ ഫാസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യം പറയണമെങ്കിൽ ഇതാണ് നമ്മുടെ അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ്. ഫസ്റ്റിൽ തന്നെ പോകും. ഇത് നമ്മുടെ ഗൂഗിൾ പിക്സൽ 9ൻ്റെ ഫിംഗർ പ്രിന്റ് ആണ്. ഉണ്ട്. ഇതൊന്നാമത് നമ്മളിപ്പോൾ ഇതിൽ ആൻഡ്രോയിഡ് 60 ആണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ചെറിയൊരു ബീറ്റ വെർഷനാണ്. അപ്പോൾ ചില സമയത്ത് ബഗ് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഒരു ലാഗ് നിങ്ങൾ കണ്ടില്ലേ, അതിൻ്റെ അനിമേഷൻ്റെ ആണ് കേട്ടോ. ബീറ്റ വെർഷൻ്റെ ആയതുകൊണ്ടാണ്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഭയങ്കര ക്യുക്ക്, ഇത് കറക്റ്റ് തൊടാണ്ടാണ് കേട്ടോ. ഞാൻ അങ്ങനെ വെക്കുന്ന കാരണമാണ്. ഉണ്ടോ, ഇതിൽ ഓപ്പൺ ചെയ്യുന്ന സ്പീഡ് ഉണ്ടോ നിങ്ങൾ നോക്കിക്കോളോ. ഉണ്ടോ, ഇനി അത് വെച്ച് നിങ്ങൾ ഇത് സാധനം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ലാഗ് പോലെ തോന്നും. ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഒരു അനിമേഷൻ്റെ ഒരു ലാഗ് പോലെ തോന്നില്ലേ, അത് ഇവരുടെ വോയിസിൻ്റെ ആണ് കേട്ടോ. പിന്നെ ഒന്നാമത് ആൻഡ്രോയിഡ് 16ൻ്റെ ബീറ്റ വെർഷൻ ആയതുകൊണ്ടാണ്. ഇതിനായിട്ട് സ്പീഡ് ഉണ്ടായിരുന്നു, നമ്മുടെ നോർമൽ സ്റ്റേബിൾ വെർഷൻ ആയിരുന്നു. അപ്പോൾ അത് ബീറ്റ ആയിരുന്നപ്പോൾ ചെറിയൊരു ലാഗ്. അതുപോലെ തന്നെ ഞാൻ അതിൽ അനിമേഷൻ കുറച്ച് കൂട്ടിയിട്ടുണ്ട്, അതിൻ്റെ ആയിരിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഓവറോൾ സംഭവങ്ങൾ വരുന്നത്. രണ്ടും അത്യാവശ്യം നല്ലൊരു കിടിലൻ ഫോൺ തന്നെയാണ്. പ്രൈസ് വെച്ചും അതുപോലെ തന്നെ വാല്യൂ ഫോർ മണി വെച്ചും സ്പെക്സ് വെച്ചും ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ എന്തുകൊണ്ടും ഷോമി 15 തന്നെയാണ് ഹൈലി റെക്കമെൻഡ്. അപ്പോൾ ഈ സാധനത്തിൻ്റെ ബൈയിങ് ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നമുക്ക് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് 3 കളേഴ്സിൽ അവൈലബിൾ ഉള്ളൂ. ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ലൈറ്റ് ഗ്രീൻ ഉണ്ട്. അപ്പോൾ ഈ ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റിലേക്ക് പോയാൽ മതി. ഗ്രീൻ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. നമ്മുടെ പണ്ടത്തെ iPhone 15 ഇറങ്ങിയപ്പോൾ അവരെ കുറേ കളേഴ്സ് ഇറങ്ങിയില്ലേ, അതുപോലത്തെ സാധനമാണ്. അതെനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പോൾ ഓവറോൾ നല്ല കിടന്ന സാധനമാണ്. രണ്ടിലും നമുക്ക് ഈ സിം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ രണ്ടെണ്ണത്തിന് സ്പീഡ് ടെസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. രണ്ടെണ്ണത്തിലും നമ്മുടെ ജിയോ 5G തന്നെ കിടക്കുന്നത്. പക്ഷേ ഇതിലെന്താ ബെറ്റർ എന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് ജിയോ 5G പ്ലസ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തന്നെ എന്തായാലും ജസ്റ്റ് നമുക്ക് ഇപ്പോൾ തന്നെ സ്പീഡ് ടെസ്റ്റ് നോക്കിയേക്കാം. നമ്മുടെ ഇതിൽ ഇത് രണ്ടെണ്ണത്തിലും ബാറ്ററി കപ്പാസിറ്റി കുറച്ച് കുറവാണ് കേട്ടോ. അതാ ഞാൻ സ്പീഡ് റൺ ചെയ്യാണ്. 5G പ്ലസ്സിലാണ് നമുക്കിപ്പോൾ സിംഗിൾ സ്പീഡ് കാണുന്നത്. ജിയോ 5G പ്ലസ്സിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരാൾ 100 ചില സമയത്ത് 200 കിട്ടാറുണ്ട് കേട്ടോ. അത് ഡിപ്പെൻസ് upon നമ്മുടെ ടൈമാണ്. നമുക്ക് മാക്സിമം സ്പീഡ് ഇപ്പോൾ ഡൗൺലോഡ് കിട്ടിക്കുന്നത് 120 അപ്ലോഡ് കിട്ടിക്കുന്നത് 5. ഇത് 5ൻ്റെ മുകളിൽ പോകില്ല, അത് 5 നിൽക്കുള്ളൂ. അപ്പോൾ നമുക്കിത് കഴിക്കാം. ഇനി നമ്മുടെ പിക്സൽ 9ലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിൽ ഞാൻ ഇട്ടേക്കുന്നത് നമ്മുടെ ജിയോ തന്നെയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ വൈഫൈ ഒന്ന് ഓഫ് ചെയ്യട്ടെ. ഞാൻ വൈഫൈ ഇപ്പോൾ ഓഫ് ചെയ്തിട്ട് നമ്മളിപ്പോൾ 5Gയിലേക്ക് വന്നിട്ട് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും സ്പീഡ് ടെസ്റ്റ് ചെയ്യാം. സ്പീഡ് ടെസ്റ്റ് നോക്കി നോക്കാം നമ്മൾ ഏതാ കയറി പോവാന്ന്. ഇതുണ്ടോ ഇവരുടെ എന്താ പറയുക ഈ ഇഷ്യൂ ഉണ്ടല്ലോ, നമ്മുടെ നെറ്റ്വർക്ക് ഇഷ്യൂ, അത് ഇപ്പോഴും ഫുള്ളി സോൾവ് ആയിട്ടില്ല കേട്ടോ. പക്ഷേ പണ്ടത്തെ കാട്ടൊക്കെ ഭയങ്കര ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. കോൾസും കാര്യങ്ങളൊന്നും അങ്ങനെ ഡ്രോപ്പൊന്നും ഇല്ല, ഒരു 1% ഒക്കെ ഡ്രോപ്പ് എന്നുള്ളത് പറയാം. പക്ഷേ സ്പീഡിൻ്റെ കാര്യത്തിലൊക്കെ ഉണ്ട് ഭയങ്കര ഷോക്കാണ്. കണ്ടു പറയുമ്പോൾ രണ്ടും ജിയോ തന്നെയാണ്, രണ്ടും ഒരേ സ്ഥലത്തായിരിക്കുന്നത്. പക്ഷേ ഇങ്ങനത്തെ ഇഷ്യൂസ് ഈ പിക്സൽ ഡിവൈസുകൾക്ക് ഇപ്പോഴും ഉണ്ട്. ഒരു പ്രോ ആയാലും ഇപ്പോഴും ഉണ്ട് കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി നോക്കി നോക്കാം. 16 ഇതിൽ കിട്ടുന്നത്, അതിലാകുമ്പോൾ 120, അത്രയും ഡിഫറൻസ് ആണ്. കണ്ടോ ഇപ്പോൾ കയറിയുണ്ടോ, ഇടയ്ക്കിടയ്ക്ക് കയറണുണ്ടോ. അപ്പോൾ അതാണ് ഇവരുടെ ഒരു പ്രോബ്ലം. ഇപ്പോൾ 120 തന്നെ ഓൾമോസ്റ്റ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ 80, എന്നാലും മച്ചാൻ്റെ അത്ര വരുന്നില്ല. കണ്ടോ, അത് ആ ഇഷ്യൂ ഇപ്പോഴും ഉണ്ട്. പക്ഷേ ബെറ്റർ ആയിരുന്നെന്ന് മാത്രം കേട്ടോ. ഇനി വേണമെങ്കിൽ ഞാൻ നമ്മുടെ ഇവരുടെ എന്താ പറയുക ഇതിൻ്റെ പെർഫോമൻസും കാണിച്ചു തരാം. നമ്മുടെ വൈഫൈൻ്റെ പെർഫോമൻസ് കാണിച്ചു തരാം. രണ്ടും ഞാനിപ്പോൾ BSNലേക്ക് കണക്ട് ചെയ്തേക്കുന്നത്.
BSNL ഇപ്പോൾ എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് 100 MB പ്ലാനാണ്. അപ്പോൾ ഞാൻ സ്പീഡ് ടെസ്റ്റ് കാണിച്ചു തരാം. വൈഫൈ പക്ഷേ ഇഷ്യൂ ഒന്നും ഇല്ല കേട്ടതാ. ഇപ്പോൾ ഒരു 60, 60, 70, 80, 84, 85 കിട്ടുന്നുണ്ട് കേട്ടോ. അവിടെ അപ്ലോഡ് ആയാലും നമുക്ക് ഓൾമോസ്റ്റ് ആ റേഞ്ചിൽ തന്നെ 70, 80 ആ റേഞ്ചിലൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. 83 ഡൗൺലോഡ് കിട്ടിയത്, അപ്ലോഡും ഓൾമോസ്റ്റ് ഒരു 80 ആ റേഞ്ചിലേക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ Xiaomi 15 ചാടാം. അപ്പോൾ Xiaomi 15 ഞാനൊന്ന് തന്നെ ഇത് വൈഫൈ ഒന്ന് കണക്ട് ചെയ്തോട്ടെ. അതാ ഞാൻ വൈഫൈ ഇപ്പോൾ കണക്ട് ചെയ്തു, നിങ്ങളിവിടെ കാണുന്നുണ്ടായിരിക്കും. സ്പീഡ് ടെസ്റ്റ് കൊടുത്തു, റണ്ണ് കൊടുത്തു. രണ്ടിലും ഞാൻ ഗൂഗിൾ സ്പീഡ് ടെസ്റ്റാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. പക്ഷേ ഇതിൽ നമുക്ക് സ്പീഡ് കൂടുതൽ കിട്ടുന്നുണ്ടോ, 100 കിട്ടുന്നുണ്ടോ. അത് കുറച്ചൊക്കെ പ്രൊസസ്സറിൻ്റെ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അതിൽ ഹൈ ക്വാളിറ്റി പ്രൊസസ്സർ മോഡൊക്കെ കിടക്കുന്നത്. അതിൽ പക്ഷേ നമ്മുടെ പഴയതല്ല G4 എന്ന് പറയുന്നതും, പക്ഷേ ഇതിൻ്റെ എന്താ പറയുക ഒരു ടെക്നോളജി ഒക്കെ പഴയത് ഉപയോഗിക്കുന്നത്. G4 എന്ന് പറയുന്നത് ഇത് നമ്മുടെ സ്നാപ്ഡ്രാഗൺ ഏരിയയിൽ വെച്ച് നോക്കുമ്പോൾ ആർക്കിടെക്ചർ ആയിക്കോട്ടെ എല്ലാം കുറച്ച് പഴയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട്. വലിയതായാലും പെർഫോമൻസിലായാലും ത്രെഡിങ്ങിലായാലും എല്ലാം ഉണ്ട്, നമുക്കുണ്ട് ഡിഫറൻസ് വരുന്നുണ്ട്. ഇതിൽ ഓൾമോസ്റ്റ് നമുക്ക് അപ്ലോഡ് പക്ഷേ നമുക്ക് മറ്റെല്ലാം ബെറ്റർ കിട്ടി. ഇതിൽ നമുക്ക് 47 കിട്ടിയുള്ളൂ. 100, 106, 47 നമുക്ക് നമ്മുടെ ഫൈബറിൽ വൈഫൈയിൽ കാണിച്ചപ്പോൾ കിട്ടിയത്. അപ്പോൾ ഇതാണ് ഓൾമോസ്റ്റ് ഒരു കമ്പാരിസൺ എന്ന് പറയാനുള്ളത്. നമ്മൾ പ്രാക്ടിക്കൽ കമ്പാരിസൺ ചെയ്യുന്നത്, അല്ലാണ്ട് ചുമ്മാ എന്താ പറയുക ഡീറ്റെയിൽഡ് ആയിട്ട് പ്ലാൻ ചെയ്തിട്ട് എന്ത് സംഭവം എന്നല്ല ചെയ്യുന്നത്. ആ ക്വിക്കായിട്ടുള്ള അപ്പോൾ തന്നെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള റിവ്യൂ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇങ്ങനത്തെ പ്രാക്ടിക്കൽ റിവ്യൂ ആയിരിക്കും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അല്ലാണ്ട് നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് ഫോട്ടോ എടുത്ത് പെയർ ചെയ്ത് എന്താ പറയുക ഡിസൈൻ ചെയ്ത് എന്താ പറയുക എഡിറ്റ് ചെയ്ത് സംഭവമൊക്കെ ഒന്നും നടക്കുന്ന പരിപാടിയില്ല. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഫോൺ എടുത്തിട്ട് ഇത് റിവ്യൂ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അത് വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ നിങ്ങളൊരു ഫോൺ ഫുൾ ടൈം നോർമൽ യൂസിന് വാങ്ങിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ റിവ്യൂ ആയിരിക്കും ബെറ്റർ. അല്ലാണ്ട് ബാക്കി ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ട് റിവ്യൂ സംഭവം നിങ്ങൾ കണ്ടിട്ട് വലിയ കാര്യം ഉണ്ടാവില്ല. നിങ്ങൾ എന്താ പറയുക വാങ്ങിക്കുമ്പോഴും അതിൽ കാണുന്നതും ഭയങ്കര ഡിഫറൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. നോർമലി സ്പോണ്ടേനിയസ് റിവ്യൂസ് ഞാൻ ഫുള്ള് ചെയ്യാറ്. അപ്പോൾ ഈ സാധനമാണ് കേട്ടോ ഹൈലി റെക്കമെൻഡ്. 60,000 രൂപയ്ക്ക് ICICI ബാങ്ക് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 60,000 രൂപയ്ക്ക് കിട്ടും. അല്ലെങ്കിലും നമ്മുടെ പിക്സലിനായിട്ടും റേറ്റ് കുറഞ്ഞ് കിട്ടും കേട്ടോ. ഓൾമോസ്റ്റ് നോർമൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ 65,000 രൂപയാണ് വിത്തൗട്ട് കാർഡ് ഡിസ്കൗണ്ട് കിട്ടുക. Pixel 9 ആകുമ്പോൾ വിത്തൗട്ട് കാർഡ് ഡിസ്കൗണ്ട് 75,000 രൂപയാണ്. അപ്പോൾ തന്നെ പ്രൈസ് ഡിഫറൻസ് ഉണ്ട്, ഓൾമോസ്റ്റ് 10,000 രൂപ വരുന്നുണ്ട്. അപ്പോൾ ബെസ്റ്റ് വാല്യൂ ഫോർ മണി ഡിവൈസ് 60,000 രൂപയ്ക്ക് കിട്ടുന്ന സാധനം തന്നെയാണ് Xiaomi 15. അത് ഇപ്പോൾ എടുത്ത് പറയാം ബ്രാൻഡ് വാല്യൂ കുറവാണ്, അത് കുറേ പേർക്ക് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം. പിന്നെ റീസെൽ വാല്യൂ കുറവായിരിക്കും, അത് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ നിങ്ങൾ കൊടുക്കുന്ന കാശിന് ഭയങ്കര വാല്യൂ തരുന്നൊരു സാധനം തന്നെയാണ് എടുത്ത് പറയേണ്ടി വരും. പറയുമ്പോൾ ചൈനീസ് ബ്രാൻഡൊക്കെയാണ്, അതൊക്കെ ഓക്കെ. പക്ഷേ നമ്മൾ കാശ് കൊടുക്കുമ്പോൾ അതിനുള്ള വാല്യൂ തിരിച്ച് കിട്ടണ്ടേ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നല്ലതാണ്. അല്ലാണ്ട് ഇപ്പോൾ ചൈനീസ് ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല. ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ച സാധനമാണ്, അത് ഓക്സിജൻ ഷോപ്പിൽ നിന്ന് കാശ് കൊടുത്ത് വാങ്ങിച്ച സാധനമാണ്. അല്ലാണ്ട് ഇപ്പോൾ അവർ നിങ്ങൾക്ക് അത് ഓൾറെഡി പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഇത്ര ചെറിയ ഉള്ളത് ആരും ഇത്ര മലയാളം വലിയ ചാനലുകൾക്ക് പോലും കൊടുക്കുന്നില്ല. ഇപ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ കുറേ പേര് ഇങ്ങനെ കമൻറ്റ് ചെയ്ത് വരും. അതുകൊണ്ട് ഞാൻ എടുത്ത് പറയാൻ കാരണം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് മാത്രമേ പോയി കണ്ടുവെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളിലേക്ക് എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മൾ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസിലാണ് ക്വാളിഫൈഡ് ആണ്. നമ്മൾ സ്മാർട്ട് ഫോൺ ആർക്കിടെക്ചർ ഫീൽഡൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം.